ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതൊക്കെയാണല്ലോ ഇപ്പം നിങ്ങളുടെ തലയിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ബയോളജിന്റെ കാര്യം മിസ് ഇപ്പം ശരിയാക്കി തരാം. ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 2 ചാപ്റ്റർ വെൽ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ ഇതാ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. ചാപ്റ്റർ ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറയുന്നത് എല്ലാ സെൻസ് ഓർഗൻസും സെൻസേഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഫ്ലോ ചാർട്ട്സുകളും ഡയഗ്രാംസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്, അത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ ഹോമിയോസ്റ്റാസിസ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഹോർമോണിന്റെ ആക്ഷൻസ് എങ്ങനെയാണ്, നമുക്ക് എത്ര ഗ്ലാൻഡുകൾ ഉണ്ട്, ഏത് രീതിയിലാണ് നമ്മുടെ ഹോർമോൺ ആക്ഷൻ നടക്കുന്നത്, ഇതിൻ്റെ കുറച്ച് കെമിസ്ട്രിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ബയോളജിൻ്റെ ഉള്ളിലെ കെമിസ്ട്രി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് ടഫാണ്. കഴിഞ്ഞ സിലബസുകൾ പഠിക്കുമ്പോഴും ഈ ഒരു ചാപ്റ്റർ ഭയങ്കരമായിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതാണ്. പക്ഷേ ഈ ഒരു സിലബസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഈ ഒരു 4ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് പലതരത്തിലുള്ള രോഗങ്ങളും രോഗപ്രതിരോധവും എങ്ങനെയാണ് നടക്കുന്നത്. അത് സിമ്പിളാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പക്ഷേ കുറേ തരത്തിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതുമാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ എന്തായാലും 4 ചാപ്റ്റർ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ അവസാനം പറഞ്ഞ മിസ് പറഞ്ഞ 3ാമത്തെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ച ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 20% ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ പ്രോപ്പറായിട്ട് വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കാലയളവ്, അതായത് നമ്മളിപ്പോൾ നവംബർ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നവംബർ കഴിഞ്ഞ് ഡിസംബർ പകുതിയോളം തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം വരും. ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ബയോളജിൻ്റെ കേസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 3ാമത്തെ ചാപ്റ്റർ വെൽ തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാച്ചിൽ പോയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നന്നായിട്ട് തന്നെ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള പേൾ വീഡിയോസ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. കൂടാതെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകളും TPPs നമ്മൾ, അതായത് നമുക്ക് കുറേ തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ തറവായിട്ട് പഠിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂട്യൂബിലൂടെ റിവിഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാരണം റിവിഷൻ ക്ലാസ്സസ് ഒരിക്കലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ ബാച്ചിലെ ക്ലാസ് തന്നെ നിങ്ങൾ കാണണം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്ത നമ്മുടെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററാണ്. അത് കുറച്ച് ടൈം എടുത്ത് തന്നെ പഠിക്കണം. ഈ ചാപ്റ്റർ വേഗം തന്നെ പഠിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സമയമെടുത്ത് മനസ്സിലാക്കി ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് സമയം നേരത്തെ തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്, പക്ഷെ വൈകി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാതെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ ആപ്പിൽ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ലൈവിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. വീണ്ടും അതെടുത്ത് കണ്ട് നന്നായിട്ട് കൺഫ്യൂഷനൊക്കെ മാറ്റി തന്നെ പഠിക്കാനും പറ്റും. അപ്പോൾ വേഗം തന്നെ അത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ചെറിയ ചെറിയ കുട്ടി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി തന്നെ പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.